നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാലയാട് ക്യാമ്പസിലെ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയും KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ബിദുൽ ബാലനു നേരെ ആക്രമണം. 10ഓളം വരുന്ന SFI DYFIക്കാർ മാരകായുധങ്ങളുമായി അർദ്ധരാത്രിയിൽ ഹോസ്റ്റലിൽ മുഖംമൂടി ധരിച്ചെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. തലശ്ശേരി പാലയാട് ക്യാമ്പസിലെ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയും KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ബിദുൽ ബാലനെ 10ഓളം വരുന്ന SFI DYFI പ്രവർത്തകർ മാരകായുധങ്ങളുമായി അർദ്ധരാത്രി ഹോസ്റ്റലിൽ മുഖംമൂടി ധരിച്ചെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. കമ്പിവടിയും സൈക്കിൾ ചെയിനും ഉൾപ്പെടെ ആയുധങ്ങളുമായാണ് സംഘടിച്ചെത്തിയ സംഘം കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി നിർത്താതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ കഴിയുന്ന ബിദുൽ പറഞ്ഞു. റൂമിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും ഇവർ മർദ്ദിച്ചതായി പരാതിയുണ്ട്. ഒരു 12 മണി അങ്ങനെ സമയത്ത് റൂമിൽ ഡോറിൽ ശക്തമായ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ ചെറുങ്ങനെ ഡോറ് തുറന്നു നോക്കി എന്താണെന്നറിയാം. അപ്പോൾ കുറേ ആൾക്കാർ, ഒരു സംഘം ആൾക്കാർ വടിയും വലിയ ഇരുമ്പിൻ്റെ വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൊടുവാൾ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ നേരത്തേക്ക് ചാടി വന്നു. ഞങ്ങൾ ഡോറ് കുറേ തള്ളിപ്പിടിച്ച്, പക്ഷെങ്കിൽ അവർ കുറേ ആൾക്കാരുണ്ട്, 8ഓളം ആൾക്കാരുണ്ട്. അവരത് തല്ലിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറി എന്നെ അടിക്കുന്നുണ്ടായിരുന്നു. ആരാണ് ഈ ആക്രമണം നടത്തിയാരാണ്? ഇത് SFIക്കാരാണ് ഇത് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരെന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇരുമ്പിൻ്റെ വടി, ഒരു വലിയ ഇരുമ്പിൻ്റെ വടിയിൽ വെൽഡ് ചെയ്തിട്ട്, സൈക്കിളിൻ്റെ ചെയിൻ വെൽഡ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ വയറിനും തലക്കും കാലിനും മർദ്ദിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവ നഗരിയെ പോലും SFI അക്രമ പരമ്പര മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബിദുലിന് നേരെ നടന്ന ആക്രമണമെന്ന് KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുൽ പറഞ്ഞു. SFI ജില്ലയിൽ തുടർച്ചയായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. ഒരു പ്രശ്നവും നിലനിൽക്കാത്തൊരു ക്യാമ്പസ്, ആ ക്യാമ്പസിനകത്ത് പുറത്തുനിന്ന്, അതായത് കോഴിക്കോടുള്ളൊരു വിദ്യാർത്ഥി താമസിച്ച ആ പാലയാട് ക്യാമ്പസിനകത്ത് അവിടെ പെയിൻ ഗസ്റ്റായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പുറത്തു നിന്നുള്ള SFIയുടെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ഇത്തരം നിലയിൽ ആവർത്തിക്കപ്പെടുന്ന സമയത്ത് പിണറായി വിജയന്റെ മണ്ഡലമാണെന്ന് ഓർക്കണം. പിണറായി വിജയന്റെ മണ്ഡലം, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഹോസ്റ്റലിൽ സ്വസ്ഥമായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയമാണ്. ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ജില്ലയിൽ ഉണ്ടാവുക. SFI നിരന്തരം ഇങ്ങനെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് പ്രതിഷേധാർഹമാണ്. ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോരാട്ടങ്ങളും KSU നടത്തുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, നിങ്ങളിത് മനസ്സിലാക്കണം. വളരെ ആസൂത്രിതമായി ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചുകൊണ്ട് SFI നടത്തുന്ന അക്രമമാണ്. വളരെ ആസൂത്രിതമായി SFIയുടെ ജില്ലാ ഭാരവാഹികൾ അല്ലെങ്കിൽ യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടുന്ന ആളുകൾ വളരെ ആസൂത്രിതമായി എറണാകുളത്ത് പോയി നിൽക്കുകയും അതിനുശേഷം വേറെ പുറത്തുള്ള ഗുണ്ടാ സംഘങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ബിദുൽ ബാലൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി, അതായത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആ ഹോസ്റ്റലിലുള്ള മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ച് കൺഫേം ചെയ്യാണ് വിദ്യാർത്ഥി ബിദുൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ആ സമയത്ത് ഒരു 1 മണിയാകുന്ന സമയത്ത് വിദ്യാർത്ഥി കിടന്നുറങ്ങുന്ന സമയത്ത് വാതിൽ മുട്ടി വിളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുക. സമഗ്ര ന്യൂസ് തലശ്ശേരി.